2025 തുടങ്ങുന്നത് തന്നെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ CBSE സൂപ്രണ്ട് പോസ്റ്റിലേക്കും ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും ഈ എക്സാമിൻ്റെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ്, സിലബസ്, എക്സാം പാറ്റേൺ, വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. അപ്പം ഒരിക്കൽ കൂടെ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. നോട്ടിഫിക്കേഷനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ 2 കാറ്റഗറിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അതിൽ ഒന്ന് സൂപ്രണ്ട് പോസ്റ്റിലേക്കുള്ളതാണ്. ഈ സൂപ്രണ്ട് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് B പോസ്റ്റാണ്. പേ ലെവൽ വരുന്നത്, പേ സ്കെയിൽ വരുന്നത് ലെവൽ 6ൻ്റെയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് Cയിലെ ജൂനിയർ അസിസ്റ്റന്റ്, ഇതിൻ്റെ പേ ലെവൽ വരുന്നത് 2 ആണ്. ഈ 2 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിൽ സൂപ്രണ്ട് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് എന്താണ്? 30 ഇയേഴ്സ് ആണ്. ഈ 30 ഇയേഴ്സ് എന്ന് പറയുന്നത് 2025 ജനുവരി 31 ആയിരിക്കണം എന്നാണ് പറയുന്നത്. മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 ഇയേഴ്സും ആണ്. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഏജ് വരുന്നത് 27 ഇയേഴ്സ് ആണ്. അതും നേരത്തെ പറഞ്ഞ, അതായത് ഈ മാസം ജനുവരി 31 അതിനാണ് ടൈം ലിമിറ്റ് വരുന്നത്. നോക്കുക, ഇനി വേക്കൻസിയുടെ കാര്യം നമുക്ക് നോക്കാം. ഇതിൽ സൂപ്രണ്ട് പോസ്റ്റിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 142 ആണ്. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റിന്റെ വേക്കൻസി എന്ന് പറയുന്നത് എന്താണ്? 70 ആണ്. അങ്ങനെ 212 വേക്കൻസികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ജനുവരി 1 തൊട്ടാണ്. അതുപോലെ തന്നെ ഈ മാസം 31 വരെ, അതായത് 2025 1/31 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സമയമുണ്ടാകും. ഓൺലൈൻ പേയ്മെന്റിനും ഇത് തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ഏജ് ലിമിറ്റും ഈ ഡേറ്റ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ SC/ST-കാർക്ക് ഇതിൽ 5 കൊല്ലവും OBC-കാർക്ക് 3 കൊല്ലവും റിലാക്സേഷൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്രണ്ട് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി മതിയാകും. അതുപോലെ തന്നെ വർക്കിംഗ് നോളജ് വേണം. കമ്പ്യൂട്ടറിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ വിൻഡോസ്, MS ഓഫീസ് അതുപോലുള്ള സാധനങ്ങളുള്ള വർക്കിംഗ് നോളജാണ് അടുത്തൊരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. എക്സാം വന്നിട്ട് 2 ടയറായിട്ടാണ് മെയിനായിട്ട് നടത്തുക. അതായത് ആദ്യം ഒരു MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ടയർ 2ൻ്റെ എക്സാം ഉണ്ടാവും. അതും ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മോഡലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ടാവും. ടൈപ്പിംഗ് ടെസ്റ്റാണ് സ്കിൽ ടെസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th പാസ്സാണ്. അതുപോലെ തന്നെ ടൈപ്പിങ്ങിലും 35 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എക്സാം ഒറ്റ ടയറേ ഉള്ളൂ. ഒറ്റ ടയർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ടൈപ്പിങ്ങിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ഈ 2 പ്രോസസ്സാണ് ഇതിലുണ്ടാവുക. എക്സാമിന് എഴുതാനായിട്ട് ഒരു ഫീസ് പറയുന്നുണ്ട്. അതായത് ജനറലുകാർക്കും OBC EWS-കാർക്ക് 800 രൂപയാണ് ഫീസ് പറയുന്നത്. ബാക്കി SC/ST-കാർക്ക് ഫീസൊന്നും ഇല്ല. ഇനി എക്സാമിൻ്റെ പാറ്റേൺ, സൂപ്രണ്ട് പോസ്റ്റിലേക്കുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടയർ 1 നമുക്ക് ഒബ്ജക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിൽ ആദ്യത്തെ പാർട്ടിൽ കറണ്ട് അഫേഴ്സ് ആണ് ചോദിക്കുക. കറണ്ട് അഫേഴ്സും ജനറൽ അവയർനെസ്സും ആണ് ചോദിക്കുക. 30 ക്വസ്റ്റ്യൻ മാക്സിമം ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 90 മാർക്കാണ് ഉണ്ടാവുക. പാർട്ട് 2 റീസണിങ് ആണ്, മെന്റൽ എബിലിറ്റി ആണ്. അതും 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 90 മാർക്കാണ് അതിനുണ്ടാവുക. പാർട്ട് 3 മാത്സ് ആണ്. അതിൽ അരിത്തമെറ്റിക്സ് ഉണ്ടാവും. അരിത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറേഷ്യോ, പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങിയ ടോപ്പിക്കുകളാവും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഓൾജിബ്ര ഉണ്ടാവും, ജോമെട്രി ഉണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ടാവും. അപ്പം ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് 30 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 90 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. ഇനി പേപ്പർ 4 ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഉണ്ടാവുക. ഓരോന്നിനും 15 ചോദ്യം വെച്ചുണ്ടാവും. 15 ചോദ്യം വെച്ചിട്ട് മൊത്തം 30 ചോദ്യം. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ട് മൊത്തം 90 മാർക്ക് അവിടെ ഉണ്ടാവും. ഇനി കമ്പ്യൂട്ടർ പ്രൊഫഷൻസ് ടെസ്റ്റ് ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സോഫ്റ്റ്വെയറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും കാര്യങ്ങൾ. അങ്ങനെ ഒരു 30 ക്വസ്റ്റ്യനോട് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 90 മാർക്കിനാണ് ആ പരീക്ഷ നടത്തുക. അങ്ങനെ മൊത്തം ടയർ 1 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്ക് വെച്ചിട്ട് 450 മാർക്കിനാണ് ആ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഈ എക്സാം
മൾട്ടി ലാംഗ്വേജിലോട്ട് ഉണ്ടാവുക. അതായത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് മെയിൻസിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. മെയിൻസിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിട്ടാണ് ഉണ്ടാവുക. അതിൽ ആദ്യം വരുന്ന സെക്ഷൻ കറണ്ട് അഫേഴ്സിൻ്റെയാണ്. കറണ്ട് അഫേഴ്സിൻ്റെ 10 ഒബ്ജക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്ക് വെച്ചിട്ട് മൊത്തം 30 മാർക്ക് ഉണ്ടാവും. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അതിന് 20 മാർക്കാണ് കിട്ടുക. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക് എന്നിട്ട് 4 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്ക് വെച്ചിട്ട് 12 മാർക്ക്. ഡിസ്ക്രിപ്റ്റീവിന് 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 മാർക്കാണുള്ളത്. ഇന്ത്യൻ എക്കണോമിയും 4 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും 12 മാർക്കിന്. അതുപോലെ തന്നെ 4 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 20 മാർക്ക് ഉണ്ടാവും. ഇനി ഇന്ത്യൻ ജോഗ്രഫിക്കും ഇതുപോലെ തന്നെയാണ് 4 ക്വസ്റ്റ്യൻ 12 മാർക്ക് ഒബ്ജക്റ്റീവിലും 4 ക്വസ്റ്റ്യൻ 20 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിലും ഉണ്ടാവും. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തും 4 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, 12 മാർക്കാണ് അതിന്. 4 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും, 20 മാർക്ക് അതിനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് ആ ഒരു സിലബസിൽ വെച്ചിട്ട് 8 ഒബ്ജക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 24 മാർക്കാണ് ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവിന് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 മാർക്കും ഉണ്ടാവും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റി എന്ന് പറയുന്നതിന് അത് 8 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 24 മാർക്കാണ്. 4 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 മാർക്കും ഉണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ഉണ്ട്, അതിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 24 മാർക്കാണ്. പിന്നെ 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 10 മാർക്കും ഉണ്ട്. അങ്ങനെ മൊത്തം 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒബ്ജക്റ്റീവിൽ നിന്ന് 150 മാർക്ക് വരും. ഡിസ്ക്രിപ്റ്റീവിൽ മൊത്തം 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 150 മാർക്ക് അതിനും വരും. ഇതേ സമയം ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ആണെന്നുണ്ട് എങ്കിൽ അതിൽ ടയർ 1 നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവിൻ്റെ ഒറ്റ പേപ്പറേ ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് പാർട്ട് 1 GK കറണ്ട് അഫേഴ്സ് ഉണ്ടാവും, അതിന് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്ക് വെച്ചിട്ട് 90 മാർക്കും. റീസണിങ് ആൻഡ് മാത്സ് ഉണ്ടാവും 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ട് 75 മാർക്കും. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ട് 75 മാർക്ക്. പിന്നെ കമ്പ്യൂട്ടറിന് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക്. പിന്നെ അവയർനെസ് അബൌട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ബോർഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ട് 30 മാർക്കും ഉണ്ടാവും. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ 300 മാർക്കിന് 2 മണിക്കൂർ സമയത്തേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഇതിൽ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് -1 വെച്ചിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടും. ഇങ്ങനെയാണ് ജൂനിയർ അസിസ്റ്റന്റിന്റെ ടയർ 1 എക്സാം നടക്കുക. ഈ ടയർ 1 ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് ആണ്. നിങ്ങൾ ടൈപ്പിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്കിൽ ടെസ്റ്റിന് അവർ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പോയി ടൈപ്പ് ചെയ്ത് സ്കില്ല് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയാകും, സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ട് കാര്യമില്ല. ഇനി എക്സാം സെന്റർ വരുന്നത് കേരളത്തിൽ എക്സാം സെന്റർ തിരുവനന്തപുരത്ത് മാത്രമായിട്ടാണ് എക്സാം സെന്റർ കിടക്കുന്നത്. ഇപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒരുപാട് കൂടുതലാകുകയാണെന്നുണ്ട് എങ്കിൽ വേറെയും സെന്ററുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. SSCയുടെയും റെയിൽവേയുടെയും ഒക്കെ സിലബസുമായിട്ട് ഏതാണ്ട് അടുത്ത ഒരു സിലബസ് തന്നെയാണ് ഇതിനും വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്ക് എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ ഹിന്ദിയും എക്സ്ട്രാ വരുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം SSCയുടെ ടോപ്പിക്ക് തന്നെയാണ് വരുന്നത്. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ എക്സാമും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. 2025 തന്നെ സർവീസിൽ കയറുക. ഓൾ ദി ബെസ്റ്റ്.